ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 10 PYQ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ, അതായത് 1960 പകുതി മുതൽ 70 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി പരിമിതപ്പെട്ടു. ഹരിത വിപ്ലവത്തിൻ്റെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിനു കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. ഇത് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി. പ്രസ്താവന 3 മാത്രമാണ് ശരി. അതായത് ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. ഓക്കെ, ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. വ്യവസായ മേഖലാ പരിഷ്കാരം, ധനകാര്യ പരിഷ്കാരം, വിദേശ വിനിമയ പരിഷ്കാരം, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. വ്യവസായ മേഖലാ പരിഷ്കാരം ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ഓക്കെ, ധനകാര്യ പരിഷ്കാരം നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു, ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും. ഇപ്പോൾ B2 ആയിട്ട് വിദേശ വിനിമയ പരിഷ്കാരം ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. വ്യാപാര നിക്ഷേപ നയപരിഷ്കാരം ഇന്ത്യൻ വ്യവസായ ഉൽപ്പാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിച്ചു. സോ A1, B2, C3, D4. ഇപ്പം ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് B ആണ്. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏതെന്നാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉൾപ്പെടാത്തത്? ആരോഗ്യം, വളർച്ച, ആധുനികവൽക്കരണം, സ്വശാസ്ത്രം, ഇതെല്ലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ആരോഗ്യമില്ല. നീതി ആയോഗിനെ കുറിച്ച് സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവന. തെറ്റല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷനു പകരം 2005 നീതി ആയോഗ് നിലവിൽ വന്നു. ശരിയാണല്ലോ. അപ്പോൾ ഒന്ന് ശരിയാ അല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആണല്ലോ. ആസൂത്രണ കമ്മീഷന് പകരം 2005 എന്നല്ലേ? 2005 നിലവിൽ വന്നത്. 2005 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ അത് തെറ്റാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളായിരിക്കും എന്നുള്ളത് ശരിയാണ്. നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് നീതി ആയോഗ്. തെറ്റാണ് അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് അല്ലേ? അപ്പോൾ ഇത് ഓപ്ഷൻ തെറ്റാണ്. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത്. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ക്ലാഡിയ ഗോൾഡിൻ ആണ്. ക്ലാഡിയ ഗോൾഡിൻ. ദെരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ ഇവരൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ നേടിയവരായിരുന്നു. ഉൾപ്പെടാത്തത് ക്ലാഡിയ ഗോൾഡൻ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ്
ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഏതാണ്? 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനവും ഭരണഘടനാ ഭേദഗതിയും 2ഉം 4ഉം. ഓക്കെ, അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനവും ഭരണഘടനാ ഭേദഗതിയും എന്തിൽ ഉൾപ്പെടുന്നില്ല? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ കടമെടുത്ത വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നില്ല. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1955. ഓക്കെ, 1955 അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതിനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് 1985 52 ഭരണഘടനാ ഭേദഗതി. 1985 52 ഭരണഘടനാ ഭേദഗതിയാണ് കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏതു ജില്ലയിലാണ്? കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ഇത്രയും 10 ക്വസ്റ്റ്യനുകളാണ്, അതിൻ്റെ ആൻസറുകളാണ്. പ്രയോജനപ്പെട്ടതായി തോന്നുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.